ഷമേ സി ജെ റോയിയുടെ മരണമാണിപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതായത് ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന് ഒരു സാമ്രാജ്യം വെട്ടിപ്പിടിച്ച മനുഷ്യനാണ് സി ജെ റോയ്, കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം അത് വലിയ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത ചരിത്രമാണ് ഈ സി ജെ റോയ്ക്കുള്ളത്. ആ 1 മണിക്കൂർ നേരത്തെ ചോദ്യം ചെയ്യലിന് ശേഷം ആത്മഹത്യ ചെയ്യാനുണ്ടായൊരു സാഹചര്യം, അത്രയും കടുത്ത മാനസിക സമ്മർദ്ദം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ മനുഷ്യർ, നമ്മളീ കാണുന്ന മനുഷ്യരൊക്കെ ഇത്രയേ ഉള്ളോ എന്നുള്ളൊരു ചോദ്യം കൂടെ അതിനകത്ത് ഉണ്ട്. നമ്മളീ കാണുന്ന വലിയ സമ്പന്നരായിട്ടുള്ള മനുഷ്യരൊക്കെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി വരുമ്പോൾ പെട്ടെന്ന് ജീവിതം അവസാനിപ്പിക്കണം. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഇൻ്റർവ്യൂ ഇന്നലെ പുറത്ത് ഉണ്ട്. ഞാൻ ഇൻ്റർവ്യൂ കുറച്ച് പോകുന്നത് ആ ഇൻ്റർവ്യൂവിൽ പറയുന്നു, കാരണം ഇനിയൊന്നും നേടാനില്ല, നാളത്തെക്കുറിച്ചുള്ള ചിന്തയില്ല. കാരണം ഈ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു വയ്ക്കുന്നു. നാളെ മരിക്കും. ഇപ്പോൾ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വിമാനം പൊട്ടിത്തെറിക്കാൻ പോവുകയാണ്, അപകടത്തിൽപ്പെടാൻ പോവുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ പോലും, അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പോലും അതൊരു വിഷയമല്ല. ആ സമയവും ആനന്ദ നൃത്തം ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്, മരണത്തെ പേടിയില്ലാത്ത ഒരാൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ആ വാചകത്തെ വ്യാഖ്യാനിക്കാം. ഇനി ശ്യാം പറഞ്ഞു. ലാംഗ്ഡഫ് ടൗൺ, ഇവിടെയാണ് ഇവരുടെ കോർപ്പറേറ്റ് ഓഫീസ്. ഇന്നലെ വൈകിട്ട് 3:15 അവിടെ നിന്നും ഒരു വാഹനം പുറത്തേക്ക് പോയി. ആ വാഹനത്തിൽ ഈ പറയുന്ന ചിരിയങ്കണ്ടത്ത് ജോസഫ് റോയുടെ ബോഡിയായിരുന്നു. 3:15 കെട്ടിടത്തിൽ നിന്നും ഇറങ്ങിപ്പോയതാണ്. ഇന്നലെയാണ് അദ്ദേഹം അവിടെ ദുബായിൽ നിന്നും IT ഡിപ്പാർട്ട്മെന്റ് വിളിച്ചു വരുത്തി. അവർക്കിവിടെ ആവശ്യമുണ്ടായിരുന്നു. ഇവരുടെ ഡയറക്ടറുണ്ട്, കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ ഡയറക്ടർ TJ ജോസഫ് ഉണ്ട്. TJ ജോസഫിനെ കഴിഞ്ഞ മാസം ഒരു ദിവസം മുഴുവൻ ഈ IT ഡിപ്പാർട്ട്മെന്റ് ചോദ്യം ചെയ്തു. അതിന്റെ പിന്നാലെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ ഈ ലാംഗ്ഡഫ് ടൗണിലെ കോർപ്പറേറ്റ് ഓഫീസിൽ കയറിയ IT ഡിപ്പാർട്ട്മെന്റ് ഇവരുടെ ലോക്കർ മുദ്രവെച്ചു. അതിനുശേഷമാണ് ഇതിന് ഇടയ്ക്ക് ഇവർ തമ്മിലൊരു പ്രശ്നം നടന്നായിരുന്നു. ഈ ഇവരുടെ ഓഫീസുകളിൽ നടക്കുന്ന റെയ്ഡിനെതിരെ കർണാടക ഹൈക്കോടതിയിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഇത് ഹർജി കൊടുത്തായിരുന്നു. ഇത് സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞു, ഈ റെയ്ഡ് തടയണം എന്നാവശ്യപ്പെട്ടു. ആദ്യം അത് തടഞ്ഞെങ്കിലും പിന്നീട് IT-യുടെ ആവശ്യപ്രകാരം ഹൈക്കോടതി സ്റ്റേ നീക്കി. സ്റ്റേ നീക്കുന്നതിന് മുമ്പ് IT ഡിപ്പാർട്ട്മെന്റ് ഇത് സംബന്ധിച്ച് കുറെ പേപ്പേഴ്സ് കൊണ്ടുവന്ന് മുദ്രവെച്ച കവറിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. ഇത് പരിശോധിക്കപ്പെട്ട ശേഷമാണ് കർണാടക ഹൈക്കോടതി ഈ റെയ്ഡ് കണ്ടിന്യൂ ചെയ്യൂ എന്ന നിർദ്ദേശം നൽകിയത്. ഇവർക്ക് മാത്രമല്ല അവിടെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്, കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന് മാത്രമല്ല, മറ്റ് സ്ഥാപനങ്ങളിലുണ്ട്. റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങളിലെല്ലാം തന്നെ IT ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കയറിയത് കൊച്ചി നിന്നുള്ള ടീമാണ്, കൊച്ചിയിൽ നിന്നുള്ള IT വിഭാഗമാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ട് കൊച്ചിയിൽ നിന്ന് വന്നു ഇങ്ങനെ ചിന്തിക്കുന്നവർക്കാണ്. അതായത് ഇങ്ങനെ കൊച്ചിയിൽ നിന്ന് വന്നതിലുള്ള ദുരൂഹത എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥാപനങ്ങളിലും റെയ്ഡ് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല വിഭാഗങ്ങളിൽ നിന്നും, ഇതൊരു കേന്ദ്ര ഏജൻസിയാണല്ലോ, അവർ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുമുള്ള IT വിഭാഗത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഫണ്ട്, അതിലെ കണക്കുകൾ കണ്ടെത്തണം. അതിൽ കൃത്യമായ ഒരു കണക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്ന കർണാടക ഹൈക്കോടതിയിൽ IT ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്ന ആരോപണം. ഇതാണ്, വിദേശ ഫണ്ടുകൾ അനാവശ്യമെന്നല്ല നിയന്ത്രിതമായി ദുരൂഹമായി വന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരം കമ്പനികൾ സോഴ്സ് കൃത്യമായി കാണിക്കാത്ത രീതിയിൽ ദുരൂഹമായ ഫണ്ടുകൾ എത്തുന്നു എന്നാണ് ഇവരുടെ ആരോപണം. ഞാൻ പറയുന്നത് ആരോപണമാണ്, അവരിനി അന്വേഷിച്ച് പറയേണ്ട സാധനമാണ്. ഞാൻ അവരെ ന്യായീകരിക്കുകയല്ല, ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെയുള്ള ഫണ്ടുകൾ വരുന്നു എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ റെയ്ഡ് നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്റ്റേ നിൽക്കാൻ വേണ്ടി ഹൈക്കോടതിയിൽ അന്ന് അവർ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനുവേണ്ടി അവർ കുറെ പേപ്പേഴ്സും കൊണ്ടുവന്ന് ഈ ഹൈക്കോടതിയിൽ കൊടുക്കുകയുണ്ടായി. അങ്ങനെയാണ് ഇത് നീക്കപ്പെട്ടത്. പിന്നീട് 28-ാം തീയതി മുതൽ ഇവർ ഇതിൽ കയറി നിരങ്ങുകയാണ്. ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ ഓഫീസുകളിലെല്ലാം തന്നെ അവർ കയറുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൽ മാത്രമല്ല, ബാംഗ്ലൂരിലെ ഒട്ടുമിക്ക റിയൽ എസ്റ്റേറ്റ് കമ്പനികളിലേക്കും ഇവർ കയറുന്നുണ്ട്. അവർ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തി ആ ലോക്കർ തുറപ്പിക്കുകയും അദ്ദേഹത്തിനെ ഏതാണ്ട് 1 മണിക്കൂർ ചോദ്യം ചെയ്തു എന്നുള്ളതാണ് ഈ TJ ജോസഫ്, ഈ അവരുടെ ഡയറക്ടർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. 1 മണിക്കൂർ ചോദ്യം ചെയ്തതിന് ശേഷം എനിക്ക് അമ്മയോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക് പോയി. ക്യാബിനിൽ പോയ ശേഷം
ഇദ്ദേഹത്തെ തിരിച്ച് കാണാത്തതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ നോക്കുമ്പോഴാണ് ഇദ്ദേഹം അവിടെ വെടിയേറ്റ് കിടക്കുന്നത് കണ്ടത്. ആ വെടിയൊച്ച കേൾക്കാതിരിക്കാനുള്ള കാരണം അത് ഉപയോഗിച്ചിരിക്കുന്നത് സൈലൻസറുള്ള തോക്കാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അശോക് നഗർ പോലീസിന്റെ കയ്യിൽ ഇപ്പോൾ അതുണ്ട്. ഈ സ്ഥലം എന്ന് പറയുന്നത് കൺസേൺഡ് സ്റ്റേഷൻ എന്ന് പറയുന്ന അശോക് നഗറാണ്. അശോക് നഗർ പോലീസിന്റെ പക്കൽ ഈ സൈലൻസർ ഘടിപ്പിച്ച ഈ തോക്കുണ്ട്. എൻ്റെ ഒരു വലിയ സംശയം, സാധാരണഗതിയിൽ ഈ റെയ്ഡുകളൊക്കെ നടക്കുമ്പോൾ അവരവിടെ വിളിച്ചിരുത്തും. എത്ര വലിയ ആളാണെങ്കിലും ഈ IT ഉദ്യോഗസ്ഥർ, IT അല്ലെങ്കിൽ ED ആണെങ്കിലും റെയ്ഡ് നടക്കുന്ന സമയത്ത് ഇവിടെ ഇരിക്കാൻ പറയും. ഇവരുടെ ആവശ്യം എന്താണെങ്കിലും അവരാണ് നടപ്പാക്കി കൊടുക്കാറുള്ളത്. ഇപ്പൊ വെള്ളം വേണമെന്ന് പറഞ്ഞാലും എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് പറഞ്ഞാലും ഒക്കെ തന്നെ അവർ അവിടെ വിളിച്ചിരുത്തിയിട്ട് അവർ തന്നെ ഇത് കൊടുക്കും. ഫോണെല്ലാം അവർ മേടിച്ചു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ആ റെയ്ഡ് നടക്കുന്നതിനിടെ ഇദ്ദേഹം എങ്ങനെയാണ് ഒറ്റയ്ക്ക് ഇതിനുള്ളിലേക്ക് പോയത്? പിന്നെ ഇദ്ദേഹത്തിന്റെ ഫോൺ രണ്ടും ഈ ക്യാബിനിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. 2 ഫോണുകൾ കിട്ടിയിട്ടുണ്ട്. ഒരു ഐഫോണും കിട്ടിയിട്ടുണ്ട്, ആൻഡ്രോയിഡിന്റെ ഫോണും അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്, അതായത് CID ആണ്, കർണാടക CIDക്കാണ് ഈ കേസ് കൈമാറിയിരിക്കുന്നത്. ലോക്കൽ പോലീസിൽ നിന്നുള്ള അന്വേഷണം കർണാടക സർക്കാർ എടുത്ത് മാറ്റിക്കൊണ്ട് CIDയിലേക്ക് മാറ്റിയിട്ടുണ്ട്. CID അവിടെ കയറി പരിശോധിച്ചപ്പോൾ ഈ 2 ഫോണും ഇരിക്കുന്നത് ഈ ഉദ്യോഗസ്ഥർ ഇരുന്ന ഭാഗത്തല്ല, ഇതിരിക്കുന്ന അദ്ദേഹത്തിന്റെ ക്യാബിനിൽ തന്നെ ഇരിക്കുന്നു. ഈ ഫോൺ എന്തുകൊണ്ട് ഈ IT ഡിപ്പാർട്ട്മെന്റ് മേടിച്ചു വെച്ചില്ല? ഇതൊക്കെ ഒരു വലിയ സംശയമാണ്. ഇതൊക്കെ ശരിക്കും അവിടെ സംഭവിച്ചത് എന്താണെന്നുള്ള കാര്യം അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഈ 1 മാസമായിട്ട് അവിടെ CCTV അവിടെ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയും. ദുരൂഹമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഈ CJ റോയിയെ ഞാൻ നേരിട്ട് ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ഞാൻ വർക്ക് ചെയ്ത ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ മേധാവിയുമായിട്ട് അദ്ദേഹത്തിന് അടുത്ത സുഹൃത്ത് ബന്ധമായിരുന്നു. അദ്ദേഹം ഏഷ്യാനെറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഒരു സ്റ്റാർ സിംഗർ പരിപാടി ഉണ്ടായിരുന്നു, ഐഡിയ സ്റ്റാർ സിംഗർ. അതിലൂടെയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ് വരുന്നത്, ആദ്യമായിട്ട് വരുന്നത്. പാട്ട് പാടൂ ഫ്ലാറ്റ് നേടൂ എന്നതായിരുന്നു അതിന്റെ ടാഗ് ലൈൻ. പാട്ട് പാടൂ ഫ്ലാറ്റ് നേടൂ. അന്ന് ഇവര് ഓഫർ വെച്ചത് 40 ലക്ഷമായിരുന്നു. 40 ലക്ഷത്തിന്റെ ഫ്ലാറ്റാണ് അന്ന് ചോദിച്ചത്. അന്ന് ചോദിച്ചതിന് ശരിക്കും പറഞ്ഞ ചാനൽ സ്പോൺസർഷിപ്പ് ചോദിച്ചത് 5 ലക്ഷം രൂപയുടെ 5 ലക്ഷം രൂപയുടെ സ്പോൺസർഷിപ്പ് ചോദിച്ച സ്ഥലത്ത് 40 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് ഞങ്ങൾ മൊത്തത്തിൽ കൊടുക്കാം, കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്നുള്ള പേരിൽ ഇത് കൊടുക്കാം, പാട്ട് പാടൂ ഫ്ലാറ്റ് നേടൂ എന്നുള്ളതായിരുന്നു ഇവരുടെ ടാഗ് ലൈനൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ സാധനത്തിന് ഒപ്പം തന്നെ അന്ന് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇവർക്ക് മാർക്കറ്റിംഗ് ഭയങ്കരമായിരുന്നു. അതിനകത്ത് ഒരു പ്രോഗ്രാം, ഒരു ദിവസത്തെ ഈ ഐഡിയ സ്റ്റാർ സിംഗറിന്റെ പ്രോഗ്രാമിൽ മാത്രം 20 തവണ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പേര് ഈ ആങ്കർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ പരിപാടിയുടെ അവതാരകൻ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് നമ്മുടെ മനസ്സിലേക്ക് ഇതിങ്ങനെ പേര് പതിപ്പിച്ചെടുത്തു. കോൺഫിഡന്റ് ഗ്രൂപ്പ് അപ്പോൾ ഒരു വലിയ ഗ്രൂപ്പാണിതെന്ന് മനസ്സിലാക്കിയതോടുകൂടി വൻതോതിൽ അവരിലേക്ക് നിക്ഷേപം എത്തിത്തുടങ്ങി. അവർക്ക് ഭൂമി അങ്ങോട്ട് കൊടുക്കാനും അവരിൽ നിക്ഷേപിക്കാനും ഒക്കെ ആളുകൾ തയ്യാറാവുകയും കോൺഫിഡന്റ് ഗ്രൂപ്പ് ആ രീതിയിൽ വളരുകയും ചെയ്തു. 2006 ഇതിന്റെ തുടക്കം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഇദ്ദേഹം അവിടെ ഓഫീസിൽ വന്നിരുന്നു. അപ്പൊ ഇദ്ദേഹം ഓഫീസിൽ വന്നപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള, നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ ഇദ്ദേഹത്തിന്റെ ആഡംബര ജീവിതമാണ്. ഒരു പൊന്മാൻ നീല വെള്ള നിറത്തിലൊരു റോൾസ് റോയ്സ് ഉണ്ട് ഇദ്ദേഹത്തിന്റെ. ഇതിൽ ഉള്ള വീഡിയോസ് ഒക്കെ ഇഷ്ടം പോലെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പൊ വലിയൊരു ആളാണെന്നുള്ള ധാരണയിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ഹെഡ് ഓഫീസിലേക്ക് കയറി വന്നു. കാക്കനാടാണ് ആ ചാനലിലെ ഹെഡ് ഓഫീസ്. കാക്കനാടിൽ നിന്ന് കുറച്ചുകൂടി ഇപ്പുറത്ത് മാറി. അപ്പൊ അവിടെ വന്നപ്പോൾ സാധാരണ എല്ലാവരുടെ അദ്ദേഹം സംസാരിക്കാൻ തയ്യാറാവുന്നുണ്ട്. ആ സമയത്ത് ഡെസ്കിൽ ഇരിക്കുന്നവർക്കൊക്കെ കാണാനും സംസാരിക്കാനും അദ്ദേഹം തയ്യാറാവുന്നുണ്ടായിരുന്നു. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് നമുക്ക് തോന്നി. പിന്നീട് ഇദ്ദേഹത്തെ കുറിച്ച് അറിയാൻ ശ്രമിച്ചപ്പോൾ ജോണേട്ടൻ പറഞ്ഞതുപോലെ തന്നെ അതീവ ധൈര്യശാലിയാണ്. അതുകൊണ്ടാണല്ലോ കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, കോൺഫിഡന്റ് എന്നുള്ള പേര് തന്നെ ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം തുടങ്ങിയത് HP എന്ന് പറയുന്ന ഒരു ബഹിരാഷ്ട്ര കമ്പനിയിൽ നിന്ന് തുടങ്ങി ക്രിസ്റ്റൽ ഗ്രൂപ്പിലേക്ക് വരികയും ചെയ്തു. ഇതെല്ലാം വലിയ ഗ്രൂപ്പാണ്. പിന്നെ ക്രിസ്റ്റൽ ഗ്രൂപ്പിലേക്ക് വരുന്നു. ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്നാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിലേക്ക്, കോൺഫിഡന്റ് എന്ന് പറയുന്ന ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് സ്ഥാപനം, സ്വന്തം സ്ഥാപനം തുടങ്ങുകയും വളരുകയും ഒക്കെ ചെയ്യുന്നത്. ഈ പാട്ട് പാടൂ ഫ്ലാറ്റ് നേടുന്നുള്ള ഈ ഒരൊറ്റ ആപ്തവാക്യം വെച്ചുകൊണ്ട് അവരിവിടെ 100 ഫ്ലാറ്റുകൾ വിറ്റുപോയി. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ 100 ഫ്ലാറ്റുകൾ കൊച്ചി, തിരുവനന്തപുരം മേഖലകളിലായിട്ട് മാത്രമായിട്ട് ഇവിടെ വിറ്റുപോയി. ഇപ്പോഴും അവർ എടുത്തിട്ടിരിക്കുന്ന പ്രോജക്റ്റുകളുണ്ട്. പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റും ഈ അവരുടെ ബോർഡ് വെച്ചേക്കുന്നത് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പ്രോജക്റ്റ് നടപ്പാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ഇതൊക്കെ ഇനിയിപ്പോൾ എന്താവും നമുക്കറിയില്ല. ഈ സർജാപൂരാണ് ഇവരെ രക്ഷിച്ചത്. സർജാപൂർ എന്ന് പറയുന്ന ബംഗളൂരുവിലെ സർജാപൂരിൽ ഇവർ അന്ന് വ്യാപകമായി ഭൂമി മേടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് IT നഗരമായിട്ട് വളർന്നു. ഈ ബംഗളൂരു ഒരു IT നഗരമായപ്പോൾ ഈ സർജാപൂർ എന്ന് പറയുന്ന ഒരു വലിയ മേഖലയായിട്ട്
പൊന്നുമ്പല കിട്ടുന്ന ഒരു സ്ഥലമായിട്ട് മാറുകയും മാറി. അവിടെ ഒരു ടൗൺഷിപ്പ് ആക്കി ഇദ്ദേഹം മാറ്റുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് ഇദ്ദേഹം വളർന്നത്. ഇത്രയൊക്കെ പ്ലാൻ ചെയ്ത് എന്താ പറയുക, അടുക്കും ചിട്ടയോടും കൂടി വളർന്ന ഒരാൾക്ക് ഈ ആദായ നികുതി വകുപ്പ് ചെയ്യുന്നതിൽ എന്താ പറയാ അവർക്ക് സംശയം ഉണ്ടാകുന്ന തരത്തിൽ ഇദ്ദേഹം എന്ത് ചെയ്തു? വലിയ ആരോപണം CJ ബാബു സഹോദരൻ ഉന്നയിച്ചിരിക്കുന്നത് കൃഷ്ണപ്രസാദിലേക്കാണ്. കൃഷ്ണപ്രസാദിന്റെ സമ്മർദ്ദം, അഡീഷണൽ പിന്നെ കമ്മീഷണറാണ് ആദായ വകുപ്പിന്റെ IT-യുടെ. അപ്പം അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ആ രീതിയിൽ സമ്മർദ്ദം മൂലമാണ് എന്ന് സമ്മർദ്ദം വരുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു, ഞാൻ അദ്ദേഹം അങ്ങനെ ആണെന്ന് പറയുന്നില്ല. ഈ ഇത്തരത്തിൽ വലിയ പ്രൗഢിയോട് ജീവിക്കുന്നവർക്ക് ഒരു ആരോപണവും താങ്ങാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വലിയ പ്രൗഢിയോട് ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഞാൻ എന്താ പറയാ, എൻ്റെ ആഡംബര ജീവിതത്തെ കുറിച്ച് കാണിക്കുകയും ഞാൻ ഇങ്ങനെ ലക്ഷറി ആയിട്ട് ജീവിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ കാണിച്ച ഒരുപാട് ആരാധക വൃന്ദമൊക്കെ ഇത് കണ്ടിട്ട് വന്നിരിക്കുന്ന ഒരാൾക്ക് ചെറിയൊരു ആരോപണം പോലും താങ്ങാൻ പറ്റില്ല. അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. ചെറിയൊരു ആരോപണം വന്നാൽ പോലും, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു ക്രിമിനൽ ഉണ്ടായിരിക്കണം. ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ളവരാണെങ്കിൽ അവർക്ക് ആരോപണം വന്നാലും ആരോപണത്തെ ഇങ്ങനെ മടക്കി കൊടുത്തൊക്കെ പോകാൻ സാധിക്കും. ഈ കൊച്ചിയിൽ ഒരാളുണ്ട്, അങ്ങനെയുള്ള ഒരാളുണ്ട്. ആൾക്ക് ഇത്തിരി ക്രിമിനൽ സെറ്റപ്പ് ഉള്ളതുകൊണ്ട് ആളും വളരെ ആഡംബര ജീവിതമാണ്, ഭയങ്കര ആഡംബര ജീവിതമാണ്. സോഷ്യൽ മീഡിയയിൽ അത് കാണിക്കാറുമുണ്ട്. അദ്ദേഹത്തിനെതിരെ ചില ആരോപണങ്ങൾ വന്നാലും അദ്ദേഹം അതിനെ ആ രീതിയിൽ എടുത്തും കളയും. കാര്യം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ക്രിമിനൽ സാധനം കിടക്കുന്നത് കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇത്രയും മനുഷ്യർക്ക്, പക്ഷേ ഈ പറയുന്ന മനുഷ്യന് അത്തരത്തിൽ ഒരു മൈൻഡ് ഇല്ലാത്തതായിരിക്കാം മരണത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചിരിക്കുന്നത്. പിന്നെ ഇത് ക്ലോസ് റേഞ്ചിലാണ് വെടി വെച്ചിരിക്കുന്നത്. ഇപ്പൊ ബാലിസ്റ്റിക് എക്സ്പേർട്സിന്റെ ഒക്കെ പരിശോധന അവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടന്നു. അപ്പൊ ഇത് വളരെ ക്ലോസ് റേഞ്ചിൽ ഉള്ള ഫയറിംഗ് ആണ് നടന്നിരിക്കുന്നത്. അതായത് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുള്ളത് ഉറപ്പിക്കാൻ സാധിക്കും. പിന്നെ IT-യിൽ ഉദ്യോഗസ്ഥരൊന്നും തോക്കെടുത്ത് വെച്ച് അദ്ദേഹത്തിന്റെ തോക്കെടുത്ത് വെച്ച് ഫയർ ചെയ്യുമെന്ന് അദ്ദേഹത്തിന്റെ തോക്കെടുത്ത് വെച്ചേ അങ്ങനൊന്നും ചെയ്യുമെന്ന് നമുക്ക് അങ്ങനെ വിശ്വസിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു ചിത്രം, അദ്ദേഹം നിർമ്മാണം ചെയ്യാൻ പോയിരുന്ന ഒരു ചിത്രം, നിർമ്മാണത്തിൽ പങ്കാളിയായിരുന്ന ചിത്രം, അനോമിത ദി ഇക്വേഷൻ ഓഫ് ഡെത്ത്, മരണത്തിന്റെ സൂത്രവാക്യം എന്നാണ് ആ ചിത്രത്തിന്റെ പേര്. അതെ. അപ്പോൾ ആ ചിത്രത്തിന്റെ റിലീസ് ഇന്നലെ മാറ്റിവെച്ചു. ഇത് ഈ മരണം നടക്കുന്ന നിമിഷം തന്നെ അതിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷമോ പെട്ടെന്ന് അത് മാറ്റി. ഈ ചിത്രം ഇനി വരാൻ പോകുന്നത് ഫെബ്രുവരി 6-ാം തീയതിയാണ്. ഇന്നലെയായിരുന്നു അതിന്റെ റിലീസ് പ്രഖ്യാപിക്കാൻ പോയിരുന്നത്. അത് ഇന്നലെ അത് മാറ്റിവെച്ചു. ഇന്നലെ റിലീസ് തീരുമാനിച്ചിരുന്നു അത്, പക്ഷെ ചിത്രം വന്നില്ല. അങ്ങനെ എന്താ പറയാ, ആ ചിത്രത്തിന്റെ സമയം മാറ്റിവെക്കാൻ പറ്റിയ ആൾക്ക് മരണം മാറ്റിവെക്കാൻ പറ്റിയില്ല. ഇതാണ് അതിനകത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം. ഇതില് വരാൻ പോകുന്ന ഒരു കാര്യം, വേറൊരു സാധനം കൂടെ ഉണ്ട് പ്രധാനപ്പെട്ട. അതായത് ഒരു 1.5 ആഴ്ച കഴിയുമ്പോൾ IT ഡിപ്പാർട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് പുറത്തുവിടും. അവരെങ്ങനെ പുറത്തുവിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ വാർത്താ സമ്മേളനം വിളിച്ചു വിടത്തൊന്നുമില്ല. അവരിത് സംബന്ധിച്ച് കോടതിയിൽ കൊണ്ടുപോയി റിപ്പോർട്ട് കൊടുക്കും. ഈ കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ട് വഴി അത് അഭിഭാഷകർ വഴി അതിന്റെ ഡീറ്റെയിൽസ് പുറത്തു വരും. അങ്ങനെ പുറത്തു വരുമ്പോൾ മാത്രമേ ഇത്രയധികം ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൽ എന്താണ് ഇവർക്ക് ഇത്രയധികം ഇത്രയധികം വലിയ പരിശോധന നടത്തേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന് ഉള്ള ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ ഘട്ടത്തിൽ ഒന്നും തന്നെ അവരിതിനോട് പ്രതികരിക്കില്ല. പ്രത്യേകിച്ച് അവർക്ക് നമ്മളിപ്പോൾ ഈ എന്താ പറയുക, പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ DGP ആണെങ്കിൽ പോലും ഒരു സംഭവം ഉണ്ടായി, നമ്മൾ മാധ്യമപ്രവർത്തകർ പോയി മൈക്ക് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കാര്യം പറയും. അദ്ദേഹം എന്താണ് കാര്യം എന്നുള്ള കാര്യം പറഞ്ഞിട്ട് പോകും. പക്ഷേ IT ഡിപ്പാർട്ട്മെന്റ്, ED ഉദ്യോഗസ്ഥർ ഇവർക്കൊന്നും മൈക്ക് വെച്ചിട്ട് ഒരു കാര്യമില്ല. അവരൊന്നും പറയില്ല. അവർ പ്രതീക്ഷിക്കുകയും വേണ്ട. അവരുടെ വായിലൂടെ ഇതിന്റെ കഥയൊന്നും പുറത്തു വരാൻ പോകുന്നില്ല. അവരിത് സംബന്ധിച്ച് റിപ്പോർട്ട് കൊണ്ടുപോയി കോടതി കൊടുക്കുമ്പോഴത്തേക്ക് ആ കോടതിയിൽ നിന്നും ഇതിന്റെ ഡീറ്റെയിൽസ് എടുക്കേണ്ടി വരും. അതുവരെ നമ്മൾ ഇതിന് കാത്തിരുന്നേ പറ്റുകയുള്ളൂ. എന്താണ് ഇത്രയും വലിയൊരു മനുഷ്യനെ ഒരു എന്താ പറയാ നിമിഷ നേരം കൊണ്ട് തന്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കാനുള്ള പ്രേരിപ്പിച്ചത് ആ ഘട്ടത്തിലേക്ക്. പ്രത്യേകിച്ച് ഈ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലാണ് അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ്. അതും സ്വിസിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. സ്വിസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ വിദേശത്തൊക്കെ പോയി പഠിച്ച് ഇത്രയൊക്കെ കഴിവുള്ള ഒരാള് ഇത്ര സിമ്പിളായിട്ട് ഒരു സെക്കൻഡ് കൊണ്ട് ഇതിന്റെ ഒരു ഫയറിങ്ങിന്റെ ഒരു രീതി ഉണ്ടല്ലോ, സെക്കൻഡ് കൊണ്ട് തീർന്നു കളയും. നമ്മളെ സെക്കൻഡ് കൊണ്ട് തീർത്ത് കളയാൻ ഒരു ഗണ്ണിനെ കൊണ്ട് സാധിക്കും. അധികം നേരം കിടന്ന് പെടേണ്ട കാര്യം ഈ കാര്യത്തിൽ വരാറില്ല. അത് വളരെ കൃത്യമായിട്ട് വെച്ചടിച്ചു കഴിഞ്ഞാൽ, ഈ ഇടത് ഭാഗത്ത് വെച്ചടിച്ചു കഴിഞ്ഞാൽ പിന്നെ അധിക സമയമൊന്നും വേണ്ടി വരില്ല. ഏതായാലും ഇപ്പോ കുടുംബം ആരോപിക്കുന്നത് IT ഡിപ്പാർട്ട്മെന്റിലാണ്. പിന്നെ പൊതുസമൂഹം ആരോപിക്കുന്നത് കേന്ദ്ര ഏജൻസികൾ ചില ബിസിനസ്സുകാരെ മാത്രം ടാർഗറ്റ് ചെയ്ത് കൊണ്ട് ഇക്കാര്യങ്ങൾ ചെയ്യുന്നു
എന്തുകൊണ്ട് അദാനിയിലേക്ക് നിങ്ങൾ പോകുന്നില്ല? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. അദാനിയിലേക്ക് നിങ്ങൾ എന്തുകൊണ്ട്, അദാനിയുടെ ഓഫീസുകളിൽ എന്തുകൊണ്ട് റെയ്ഡ് നടക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ കിറ്റക്സ് സാബുവുമായി ചേർത്തും പറയുന്നുണ്ട്. സാബു ഇഞ്ച് വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇല്ലേ CJ? ഈ CJ റോയുടെ അവസ്ഥ കിറ്റക്സ് സാബുവിനും വരുമായിരുന്നു. കിറ്റക്സ് സാബുവിനെ വിളിക്കുന്നത് സോഷ്യൽ മീഡിയ വിളിക്കുന്ന വേറൊരു പേരൊക്കെയാണ്. അപ്പോൾ സാബു ഇഞ്ച് വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടു, BJP യിൽ പോയതുകൊണ്ട് സാബു രക്ഷപ്പെട്ടു, ഇങ്ങനെയുള്ള ആരോപണങ്ങളും ശരിക്കും വരുന്നുണ്ട്. ഏതായാലും 1.5 ആഴ്ചക്കുള്ളിൽ കോടതിയിൽ വരുന്ന റിപ്പോർട്ട് ഇതിന്റെ എല്ലാ നൂലാമലകളും വെളിച്ചത്തേക്ക് കൊണ്ടുവരും. ഇതൊക്കെ റെയ്ഡ് നടത്തിയിട്ട് ഇതിന്റെ റിപ്പോർട്ട് അവർ കൊടുക്കാതെ പോകാൻ പറ്റൂലല്ലോ. ഈ കൃഷ്ണപ്രസാദിന് ഇത് എടുത്ത് വീട്ടിൽ പോയി ഇരിക്കാൻ പറ്റൂലല്ലോ. റെയ്ഡൊക്കെ നടത്തി ഇനി എന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഈ റിപ്പോർട്ടൊക്കെ ആയിട്ട് ഞാൻ വീട്ടിൽ പോയി ഇരുന്ന് ഇരിക്കാന്നുള്ളത് അങ്ങനെയൊന്നും പറ്റൂലല്ലോ. ഇത് കോടതി കൊണ്ട് കൊടുത്തേ പറ്റൂ. കോടതി ഇത് ചോദിക്കുകയും ചെയ്യും, കോടതിയിൽ ഇത് എത്തുകയും ചെയ്യും. കോടതിയിൽ എത്തുമ്പോൾ ഇത് അറിയാൻ പറ്റും ഇതെന്താണ് കൃത്യമായിട്ട് സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിന് ആദരാഞ്ജലി നേരുകയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മനുഷ്യരെ അദ്ദേഹം തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പം എന്താ പറയുക, റിയാലിറ്റി ഷോകളെ തന്നെ, കേരളത്തിലെ റിയാലിറ്റി ഷോകളുടെ എന്താ പറയുക അടിസ്ഥാനം തന്നെ ഇദ്ദേഹമായിരുന്നു. ഇദ്ദേഹമാണ് അത്രയും വളർത്തി വിട്ടത്. അന്ന് 5-10 ലക്ഷം രൂപയ്ക്ക് എന്താ റിയാലിറ്റി ഷോ നടക്കേണ്ടടുത്ത് 40 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ്, അന്നത്തെ 2006 എന്ന് പറയുമ്പോൾ 40 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ തുകയാണ്, വലിയ ഞെട്ടിക്കുന്ന തുകയാണ്. ശരിയെങ്കിൽ.